ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ വാഴയില ഇല്ലാതെ തന്നെ മീൻ എങ്ങനെയാണ് പൊള്ളിക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും വാഴയില വെച്ചാണ് പൊള്ളിക്കുന്നത്, പക്ഷേ നമുക്ക് വാഴയില ഇല്ലാത്തവർക്കും മീൻ പൊള്ളിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ഞാനിപ്പോൾ മീൻ എടുത്തു വച്ചിരിക്കുന്നത് വാഴയിലയിലാണെങ്കിലും പൊള്ളിച്ചത് എടുക്കുന്നത് വാഴയില ഇല്ലാതെയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കടൽ മീനാണ്. ആ മീനിൻ്റെ പേരൊന്നും എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മൾ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവർ പൊള്ളിക്കാൻ പറ്റിയ മീനാണെന്നും പറഞ്ഞ് തന്നതാണ്. ഏകദേശം ഏരി പോലെ തന്നെ ഇരിക്കുന്ന ഒരു മീനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 3 മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനായിട്ട് ആവശ്യമായിട്ടുള്ള അരപ്പുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കറിവേപ്പില, ഏകദേശം ഒരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയാണ്, വാളൻപുളി. അതുപോലെ ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഒരു 3-4 തണ്ട്. അത് നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഉള്ളി, പുളി, ഇഞ്ചി, കറിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനകത്തേക്ക് 1 സ്പൂൺ ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ അപ്പടി വേണ്ട കേട്ടോ, ഒരു പകുതി സ്പൂൺ മതിയേ. അപ്പോൾ കയ്പ്പായി പോകും അല്ലെങ്കിൽ. ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 5 സ്പൂണോളം ടീസ്പൂൺ അളവിൽ വരുന്നതാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് കായപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് എടുത്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നോ എന്നൊരു സംശയം. അപ്പോൾ ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി അരപ്പ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാവേ. ഇപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് അരഞ്ഞിട്ട് കിട്ടണേ. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മീനെടുത്ത് നന്നായിട്ട് അരപ്പതിലേക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എല്ലാ മീനിലും നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ നേരത്തേക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ പറ്റുള്ളൂ. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അരപ്പ് വരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാനാണ്. ഞാനിപ്പോൾ 2 മീനാണ് ഇവിടെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ 2 മീൻ മാത്രമാണ് കേട്ടോ ഇപ്പോൾ വറക്കുന്നുള്ളൂ. അത് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ഉണങ്ങിപ്പോകണ്ട, എന്നാൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആവുകയും ചെയ്യുന്ന രീതിയിൽ ഒന്ന് മറിച്ചിട്ട് അതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവോള ഏകദേശം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് നമുക്കതിലേക്കൊരു തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിപ്പോൾ 1 എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ മീനിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തക്കാളി കൂടുതൽ ചേർക്കണം. അപ്പോൾ ഗ്രേവി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി വന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയുടെ ഒപ്പം തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പാകമാവുന്നത് വരെയും കുറച്ച് സമയം എടുത്ത് വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇനി വറക്കാൻ വേണ്ടി നമ്മൾ മീൻ അരച്ച് വരട്ടി വെച്ചപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ആ മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ അതിലേക്ക് അത് പാകത്തിനുണ്ടെന്ന് വരികിൽ ആ മസാല ചേർത്താൽ മതിയാകും. അല്ലെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും
കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ശകലം ഉലുവാപ്പൊടിയും ശകലം കായപ്പൊടിയും കൂടി എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് അരപ്പുണ്ടെന്ന് വരികിൽ ആ അരപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഈ മൊരിയിച്ചയിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. ഈ മീൻ അങ്ങ് എടുത്ത് വെച്ചിട്ട് അരപ്പെല്ലാം അതിന് മുകളിലേക്ക് കോരി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് നോക്കിയേക്കണം. അരപ്പിനകത്ത് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മളിതെല്ലാം ആ വറുത്ത മീനിലേക്ക് അരപ്പെല്ലാം കയറ്റി വെച്ചതിന് ശേഷം ഒന്ന് ലൈറ്റ് തീയിൽ മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മീനൊന്നും കൂടി ഒന്ന് മറിച്ചിടാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടെടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആ ഗ്രേവികളൊക്കെ ഒന്ന് മീൻ്റെ മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അരപ്പെല്ലാം അതിലേക്ക് എന്നിട്ട് നന്നായിട്ടങ്ങ് പിടിച്ചോളും. അപ്പോൾ നല്ലൊരു കറക്റ്റായിട്ടുള്ള നമ്മുടെ വാഴയിലയിൽ പൊള്ളിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഇത്തിരിക്ക് എണ്ണ കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എണ്ണ വേണമെന്നുണ്ടെന്ന് വരികിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് അത് ചെറിയ തീയിൽ തിരിച്ചും മറിച്ചും ഇട്ട് തന്നെ മൂടി വെച്ച് നമുക്കത് ആവി കയറ്റിയെടുക്കാം. നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടുമ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇത് വാഴയില ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ദേ ഇവിടെ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഞാനൊരു വാഴയിലയിലേക്കാണ് ഇത് എടുത്തു വെച്ച് കഴിക്കുന്നത് കേട്ടോ. വാഴയില ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നമുക്ക് സാദാ പ്ലേറ്റിലേക്ക് അതിന് മാറ്റിയെടുക്കാം. വാഴയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ മീൻ പൊള്ളിച്ചതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഒരു കാണുമ്പോൾ ഒരു ഭംഗിയും അതുപോലെ തന്നെ ഒരു ടേസ്റ്റുമാണ്. അത് കൂട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റുണ്ട്. വാഴയില ഇല്ലാതെ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.